ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ ജീവനുള്ള ദൈവത്തിൻ്റെ സാക്ഷിയായി നിങ്ങളുടെയൊക്കെ മുമ്പ് നിൽക്കാൻ ദൈവം തന്ന ഈ അവസരത്തിനായി ദൈവത്തിന് ഞാൻ സ്തുതിക്കുന്നു. ആത്മാവിൻ്റെ ഭാരത്തോടും ഹല്ലേലൂയ ഹൃദയത്തിൻ്റെ ഞുരുക്കത്തോടും വേദനയോടും ഇരിക്കുന്ന ദൈവജനത്തോട് ദൈവം ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പലയിടത്ത് ദൈവം എന്നെ അയച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കറിയത്തില്ല, എനിക്ക് യോഗ്യതയില്ല, ഹല്ലേലൂയ, എനിക്ക് കഴിവില്ല, ഹല്ലേലൂയ. ഞാൻ ഈ പ്രാവശ്യം പോയത് രാജസ്ഥാനും മഹാരാഷ്ട്രയുടെ ചില പ്രദേശങ്ങളിലാണ് ദൈവം എന്നെ കൊണ്ട് നിർത്തിയത്. അവിടെ ചെന്നപ്പം കേൾക്കാനായിട്ട്, സാക്ഷ്യങ്ങൾ കേൾക്കാനായിട്ട് എന്നെ കണ്ടിട്ടില്ല, എൻ്റെ പേര് മാത്രം അറിവുണ്ട്, എൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. 3-4 വർഷമായിട്ട് ഒരു കൂട്ടം ജനം ഹല്ലേലൂയ അവരുടെ മണ്ണിനകത്ത് ഞാൻ ചെന്ന് ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നെന്ന്. ഇതിന് ഞാനപ്പോൾ അവിടെ ദൈവത്തെ സ്തുതിക്കാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. എനിക്ക് യോഗ്യതയില്ല അപ്പ, നിർത്തിയത് അപ്പനാ, അത് ശരിയാ. ഹല്ലേലൂയ. യേശുപ്പച്ചനാ എന്നെ അവിടെ കൊണ്ട് നിർത്തിയത്. എനിക്ക് യോഗ്യതയില്ല, ഹല്ലേലൂയ, ഞാൻ ചെന്ന് പെടാനുള്ള സാധ്യതകളില്ല. 4 വർഷമായിട്ട് എനിക്ക് ക്ഷണമുണ്ട്, ഹല്ലേലൂയ, പക്ഷെ ഞാനൊരു നടത്തിപ്പിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. 2025 തുടങ്ങുന്നതിന് മുമ്പേ ഹല്ലേലൂയ ദൈവം എന്നോട് പറഞ്ഞു, 2025 വർഷം നിനക്ക് പല യാത്രകൾ അത് നോർത്ത് ഇന്ത്യ പ്രദേശത്തിലോട്ടാന്ന് പറയാനായിട്ട് ഇടയായി. അപ്രകാരം ദൈവം ഹല്ലേലൂയ പല മാസങ്ങളായിട്ട് ദൈവം പല ഇടങ്ങൾ അഴിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഈ 21-ാം തീയതി വെസ്റ്റ് ബംഗാളിലെ ഏരിയയിലോട്ട് കടന്നു പോവുക. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുക. ദൈവപ്രവൃത്തി ആ സ്ഥലങ്ങളിൽ ഹല്ലേലൂയ ദൈവനാമ മഹിമയ്ക്കായി ദൈവം ഹല്ലേലൂയ ദൈവപ്രവൃത്തി വെളിപ്പെടാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുക. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടായിരിക്കണം. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ദൈവസന്നിധി പകർന്നു കൊടുക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ ദേശത്തിനകത്ത്, ഈ പട്ടണത്തിനകത്ത്, ഈ ദൈവസഭയ്ക്കകത്ത് ഹല്ലേലൂയ നാളുകളായി ഈ സഭയ്ക്കകത്ത് ഞാൻ കാൽച്ചോട് എടുത്തു വെച്ച സമയം തൊട്ട് ദൈവം പറയുന്നത്, ഈ സഭയ്ക്കകത്ത് ചില യുവജനങ്ങളെ ദൈവം, ചില മക്കളെ ഹല്ലേലൂയ ചില തലമുറകളെ ദൈവം ദൈവവേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നെന്ന്. ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാം. ദൈവം പറയുന്നു ഹല്ലേലൂയ ഒരു മനസ്സോടെ, ഒരു ഹൃദയത്തോടെ നിങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയ യാചിക്കാൻ തയ്യാറാണ്. ആ വിഷയങ്ങളിനകത്ത്, കാണാത്ത അദൃശ്യ മണ്ഡലത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുന്ന നാളുകൾ ഇത്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥന വൃഥാവായി പോയിട്ടില്ല. മാതാക്കളെ, നിങ്ങളുടെ കണ്ണുനീർ ദൈവം തുരുത്തി ശേഖരിച്ചിട്ടുണ്ട്. ചെറുപ്രായത്തിൽ തൊട്ട് കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ ദൃഷ്ടി വെച്ച് വഴിതെറ്റിക്കുന്ന അന്ധകാരത്തിന്റെ മേഖലകൾ മേൽ ഹല്ലേലൂയ സ്വർഗീയ ദൂതന്മാർ പാളയമിറങ്ങാൻ പോവുക. ദൈവസഭയ്ക്കകത്ത് അദൃശ്യ മണ്ഡലത്തിനകത്ത് എനിക്കറിയത്തില്ല, ആത്മീയ കണ്ണുകൾ തുറന്നിരിക്കുന്ന കണ്ണാൽ കാണാൻ പറ്റും. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോ ശക്തമായിട്ട്. അപ്പാ പിതാവേ, മുമ്പിലോട്ടുള്ള സമയം പൂർണ്ണമായി പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവമേ, ദൈവഹിതമില്ലാത്തൊരു വാക്ക് സംസാരിക്കാൻ, ഉച്ചരിക്കാൻ ദൈവം ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, പൂർണ്ണ സമയം ദൈവമേ, പൂർണ്ണ മനസ്സും ശരീരവും ആത്മാവും ദൈവമേ, ഇരിക്കുന്ന ജനത്തെയും ദൈവമേ പരിശുദ്ധാത്മാവിനെ നിയന്ത്രണത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് ചുറ്റും തീമതിലായിരിക്കുന്ന വചനപ്രകാരം ദൈവമേ, ഇന്ന് പകൽക്കാലം ദൈവം ഞങ്ങൾക്ക് ചുറ്റും തീമതിലായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം ദൈവമേ. മുമ്പിലോട്ടുള്ള സമയങ്ങൾ പൂർണ്ണമായി പരിശുദ്ധാത്മാവിന്റെ കരങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശുവപ്പച്ചന്റെ നാമത്തിൽ യാചിക്കുന്നു. ഉത്തരമരുളുമാറാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇന്നൊരു വചനം ഹല്ലേലൂയ നിങ്ങളുടെ മധ്യത്തിൽ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇനി ഒരു 10 മിനിറ്റ്സും കൂടെ ഉള്ള എൻ്റെ മുമ്പിൽ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ അത്ഭുതം പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മത്തായിക്കെഴുതിയ സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായം അതിൻ്റെ 19, 20, 20-ാം വാക്യം ആദ്യം വായിച്ചിട്ടേ 19-ാം വാക്യം വായിക്കാവൂ. ഒന്ന് വായിച്ച് സഹായിക്കണേ. എൻ്റെ കരത്തിൽ ഇരിക്കുന്നത് ഇംഗ്ലീഷ് ബൈബിളാ, ഒന്ന് മലയാളത്തിൽ വായിച്ച് സഹായിക്കണമേ. യെസ്. ഭൂമി വെച്ച് ഏതൊരു വിഷയത്തിനകത്ത് ഒരു മനസ്സോടെ ഹല്ലേലൂയ നമ്മൾ ദൈവസന്നിധി യാചിക്കുന്നു. ഹല്ലേലൂയ അതിനകത്ത് കൂടി വരുന്നു. ഹല്ലേലൂയ ഒരുമിച്ച് ഏത് കാര്യം ചോദിച്ചാൽ ഹല്ലേലൂയ അത് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്ന ഹല്ലേലൂയ ഇവിടെ കേട്ട വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ അങ്ങനാണെങ്കിൽ ഹല്ലേലൂയ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ചില വിടുതലുകൾ സംഭവിക്കേണ്ട വിടുതൽ പോലും സംഭവിക്കാത്ത കാരണം എന്താണെന്നറിയാമോ?
അതിൽ ഐക്യതയില്ലാത്തോണ്ടാ. പരിശുദ്ധാത്മാവ് ഇവിടെ കടന്നു വന്നപ്പോഴും ഇവിടെ ഇരുന്നപ്പോഴും എന്നോട് പറഞ്ഞ കാര്യം, ഹല്ലേലൂയ, ഭവനങ്ങളിനകത്തു പോലും ഹല്ലേലൂയ ഹല്ലേലൂയ വഴക്കിന്റെ അന്തരീക്ഷം കൊണ്ടിട്ട് ഹല്ലേലൂയ ദൈവീയ വിടുതൽ പ്രാപിക്കാൻ പറ്റാത്ത രീതിയിൽ ഹല്ലേലൂയ ഒതുക്കിയിരിക്കുന്ന മണ്ഡലത്തിനകത്ത് ദൈവീയ വിടുതൽ സംഭവിക്കാൻ പോവുക. ഹല്ലേലൂയ. വ്യക്തമായിട്ട് ഞാൻ ആരെയും വിരൽ ചൂണ്ടി പറയുന്നില്ല, പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നത് അങ്ങനെ ചില ഭവനങ്ങളിനകത്ത് ദൈവീയ വിടുതൽ സംഭവിക്കുക. പരസ്പരം പറയുന്നില്ല, പരസ്പരം സംസാരിക്കുന്നില്ല, അകത്തിന്റെ ഉള്ളിൽ വെച്ച് തന്നെ ഹല്ലേലൂയ വിദ്വേഷം പാലിക്കുന്ന ചില ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് ഹല്ലേലൂയ തൊടാൻ പോവാ. ഹല്ലേലൂയ. നിങ്ങൾ പോലും അറിയാതെ ഹല്ലേലൂയ കഠിനപ്പെട്ട് ഹൃദയമായിരിക്കുന്ന അവസ്ഥയ്ക്കകത്തുനിന്ന് ചില ഹൃദയങ്ങളെ ദൈവം മെഴുകുപോലെ ഉരുക്കാൻ പോവാ. ഹല്ലേലൂയ. കല്യാണം കഴിഞ്ഞു, കല്യാണ ജീവിതത്തിലോട്ട് പ്രവേശിച്ചു, എന്നിട്ടും ആഗ്രഹിച്ച രീതിയിൽ ഒരു നിലപാടിലോട്ട് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ വിഷമിച്ചിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ ഇവിടെ ഉണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് ഇടപെടുക. നിങ്ങളുടെ ഹൃദയത്തിനകത്തെ കഠിനതയെ ദൈവം മാറ്റാൻ പോവുക. നിങ്ങൾ പ്രതീക്ഷിച്ചത് വേറൊന്ന് ഹല്ലേലൂയ, പക്ഷെ നിങ്ങൾക്ക് ലഭിച്ചത് വേറൊന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ. പക്ഷെ ദൈവം ഹല്ലേലൂയ അത്ഭുതമായിട്ട് എന്നെ വഴി നടത്തുന്നു. നിന്നത് എൻ്റെ കൃപയല്ല, ദൈവത്തിൻ്റെ ദയാ കൃപയെ മാത്രമാണ്. ഹല്ലേലൂയ. എന്നെ നിർത്താൻ ദൈവത്തിന് കഴിവുണ്ടെങ്കിൽ ഹല്ലേലൂയ ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ദൈവീയ വിടുതൽ സംഭവിക്കുന്ന പകൽക്കാലം. ഹല്ലേലൂയ. നിന്നെ കൊണ്ടാക്കിയിരിക്കുന്ന അവസ്ഥ നിനക്ക് ഹല്ലേലൂയ ദോഷത്തിന് വേണ്ടിയല്ലെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ചിലതിനെ പണിയാൻ തക്കോണം, ചിലതിനെ പുറത്തെടുക്കാൻ തക്കോണം, ചിലതിനെ ഹല്ലേലൂയ ദൈവവേലയുടെ മുഖത്ത് പുറത്തെടുക്കാൻ തക്കോണമാ ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നെന്ന് പരിശുദ്ധാത്മാവ് ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കുക. നിന്റെ കണ്ണുനീർ വൃഥാവല്ല, നിന്റെ പ്രാർത്ഥന വൃഥാവല്ല. അങ്ങനെ ആനന്ദിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. മർക്കോസിന്റെ 6-ാം അധ്യായത്തിനകത്ത് നമുക്ക് കാണാം, യേശുപ്പച്ചൻ സ്വന്തം ദേശത്തിലോട്ട് കടന്നു പോകുമ്പം ഹല്ലേലൂയ അനേക അത്ഭുതങ്ങൾ പലയിടത്ത് ചെയ്തിട്ടുണ്ട്, അനേക വിടുതലുകൾ ദൈവം അനേകടുത്ത് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ അവിടുത്തെ ഹല്ലേലൂയ വിശ്വാസക്കുറവ് നിമിത്തം ചെയ്യേണ്ട വിടുതലുകൾ അതുപോലെ സംഭവിക്കാതെ ചില വിടുതലുകൾ മാത്രം സംഭവിച്ചുകൊണ്ട്, അതുകൊണ്ട് ഹല്ലേലൂയ ഇവിടെ ആരും വിശ്വാസഹീനരായി ഇരിക്കല്ല. ഡൗട്ട് ചെയ്യല്ല, അളവ് പോലും കൊണ്ട് ഇവളെന്താ സംസാരിക്കുന്നുള്ള രീതി ഇരിക്കല്ലേ. നിർത്തിയത് ദൈവമായി എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇന്നിവിടെ നിൽക്കേണ്ട വ്യക്തിയല്ല, പക്ഷെ നിർത്തിയത് ദൈവമാണെങ്കിൽ ചില ഭവനങ്ങളുടെ അകത്തളത്തിനകത്ത് ഐക്യത പരിശുദ്ധാത്മാവ് നൽകി തരാൻ പോവാ. എനിക്ക് ശക്തമായിട്ട് അറിയാം. ഹല്ലേലൂയ. ഭവനങ്ങളുടെ അകത്തളത്തിനകത്ത് ഹല്ലേലൂയ പറയാൻ പറ്റുന്നില്ല, വിങ്ങിപ്പൊട്ടിയിരിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. പക്ഷെ ചിലര് ഹല്ലേലൂയ വിടുവാത്തരം പറയുന്നതിനോട്ട് അങ്ങ് വായിട്ട് അലയ്ക്കും. ഹല്ലേലൂയ. അതും ഹല്ലേലൂയ ചില സ്വരച്ചേർച്ചയ്ക്ക് കാരണമായി തീരും. അങ്ങനെ ആനന്ദിൽ ഹല്ലേലൂയ നാവിനെ കടിഞ്ഞാണമിട്ട് സൂക്ഷിക്കാൻ തക്കോണം വചനം പറയുന്ന രീതിയിൽ ഹല്ലേലൂയ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് വരെ അടഞ്ഞിരിക്കുന്ന വിടുതലിന്റെ വഴി ഏക മനസ്സോടെ, ഒരു മനസ്സോടെ, ഐക്യതയോടെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവീയ വിടുതൽ സംഭവിക്കും നിശ്ചയം. ഐക്യതയോടെ ഏത് കാര്യം നിങ്ങൾ ഭൂമിയിൽ പറയുന്നു അത് അതുപോലെ തന്നെ ചോദിക്കുന്നു, അത് അതുപോലെ തന്നെ തരാൻ ശക്തനായ ദൈവമാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വചനം പറയുന്നു, 19-ാം വാക്യം വായിച്ചേ. യെസ്. അത് കഴിഞ്ഞിട്ടുള്ളത് 2-3 പേര് എൻ്റെ നാമത്തിൽ കൂടി വരുന്നതൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന്. ഡു യു ബിലീവ് ഇറ്റ്? ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പം പലപ്പോഴും പറയുന്നതാ ഹല്ലേലൂയ 2-3 പേരെൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്ന്. അങ്ങനെ ആനന്ദിൽ ഹല്ലേലൂയ ഇവിടെ ഒരു മിനിസ്റ്റർ അല്ല കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഒരു സെലിബ്രിറ്റി അല്ല കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ വേറൊരു സാധാരണ വ്യക്തിയല്ല ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. സർവമാനവും മഹത്വവും ഹല്ലേലൂയ യോഗ്യതയുള്ളവൻ
ഹല്ലേലൂയ, രാജാതി രാജനായ ദൈവം, ഹല്ലേലൂയ, പ്രഭുകളിൽ പ്രഭുവായ ദൈവമാ ഇന്ന് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ആ ദൈവമാ പറയുന്നത്, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും ഞാൻ നിങ്ങളുടെ മധ്യത്തിലുണ്ടെങ്കിൽ ആ കണ്ണുകൾ ഇന്ന് നിങ്ങളെ വീക്ഷിക്കുന്നുണ്ട്, ആ കരങ്ങൾ ഇന്ന് നിങ്ങളെ സ്പർശിക്കുന്നുണ്ട്, ആ പാദങ്ങൾ ഇവിടെ പതിനിച്ചുണ്ട്. ആ പാദം എവിടെ പതിനിച്ചുണ്ടോ, അവൻ എവിടെ വന്നിട്ടുണ്ടോ അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അവിടെ വിടുതലുകൾ സംഭവിച്ചിട്ടുണ്ട്, അവിടെ ബന്ധനങ്ങൾ അഴിഞ്ഞിട്ടുണ്ട്, അവരുടെ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിട്ടുണ്ട്, അവരുടെ കുരുടന്മാരുടെ കണ്ണുകൾ തുറന്നിട്ടുണ്ട്, ചെകിടായിട്ടിരിക്കുന്ന വ്യക്തികളുടെ ചെവികൾ തുറന്നിട്ടുണ്ട്. അപ്പം വിധവായി വിടുതൽ പ്രാപിക്കാതെ കെട്ടപ്പെട്ട ഈ അവസ്ഥയിൽ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിന്റെ അവസ്ഥയുടെ കെട്ടപ്പെട്ടതിന്റെ കാരണം ഒന്ന് യൂണിറ്റി ഇല്ലായ്മ, രണ്ടാമത്തത് ദൈവത്തെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സില്ലാതിരിക്കുന്നതാ. Can you understand it? അങ്ങനെയാണെങ്കിൽ ഏത് വിഷയം ഹല്ലേലൂയ സാധ്യമല്ല അസാധ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു, ആ വിഷയത്തിനകത്ത് ഒരു മനസ്സോടെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ റെഡിയാണെന്ന് in his appointed time, അവന്റെ നിയമിച്ച സമയത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ വിടുതലിന്റെ കരം, ഹല്ലേലൂയ, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുത്തി തരാൻ ശക്തനായ ദൈവമാ. ഹല്ലേലൂയ. അങ്ങനെ ആ കുഞ്ഞിന്റെ ജീവിതത്തിനകത്ത് വിടുതൽ ചെയ്യാൻ ശക്തനായ ദൈവമാണെങ്കിൽ, ഹല്ലേലൂയ, ഇന്നിവിടെ ഇരിക്കുന്ന ഹല്ലേലൂയ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനകത്തും വിടുതൽ ചെയ്യാൻ ശക്തനായ ദൈവമാണെന്ന്. ഹല്ലേലൂയ. നിനക്ക് തോന്നും അസാധ്യമെന്ന്, എനിക്ക് തോന്നും അസാധ്യമെന്ന്, പക്ഷെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന നമ്മുടെ യേശുപ്പച്ചൻ ചെയ്ത പ്രവർത്തികൾ വായിച്ചു നോക്കിയാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഹല്ലേലൂയ. പൗലോസും ശീലാസും ഹല്ലേലൂയ പ്രാർത്ഥിച്ചപ്പം കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകിയെന്ന് നമ്മൾ പറയുന്നു, പക്ഷെ അതിന്റെ ഇടയ്ക്ക് മറന്നുപോകുന്ന ഒരു മർമ്മമുണ്ട്. ഏക മനസ്സോടെ ഐക്യതയോടെ പ്രാർത്ഥിച്ചപ്പോഴാ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകിയത്. പത്രോസ് കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടപ്പം പത്രോസിനെ പുറത്തെടുക്കിയ ദൂതനെ കുറിച്ചും പ്രാർത്ഥിച്ച സഭയെ കുറിച്ചും നമ്മൾ പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്, പക്ഷെ നമ്മൾ പോകുന്ന ഒരു കാര്യമുണ്ട്. ഏക മനസ്സോടെ ഐക്യതയോടെ ഒത്തൊരുമയോടെ ഒറ്റ വിഷയത്തിന്റെ പുറത്തിൽ ദൈവസഭ പ്രാർത്ഥിച്ചപ്പം അസാധ്യങ്ങളെ സാധ്യമാക്കിയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വന്നെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിഷയങ്ങൾ ദൈവത്തിന് നിസാരം, നമ്മുടെ സഭയുടെ വിഷയങ്ങൾ ദൈവത്തിന് നിസാരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദേശത്തിന്റെ വിഷയങ്ങൾ ദൈവത്തിന് നിസാരം. ഹല്ലേലൂയ. ഒറ്റ കാര്യം ചെയ്താൽ മതി. ഏക മനസ്സോടെ ഐക്യതയോടെ നിങ്ങൾ ഏതൊക്കെ ഈ ഭൂമിയിൽ ചോദിക്കുന്നു അത് സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് നൽകി തരാൻ ശക്തനായ ദൈവമാണെന്ന് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പകൽക്കാലമായിക്കേ. ഇന്ന് ദൈവസന്നിധിയോട് ദൈവത്തിനോട് ഒന്ന് ചോദിച്ചപ്പാ, ഈ ഭാഗങ്ങളിൽ ഞങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട്, ഈ ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് കറക്ഷന്റെ ആവശ്യമുണ്ട്, ദൈവത്തിന്റെ വിടുതൽ സംഭവിക്കാൻ തടസ്സമായി നിൽക്കുന്ന ഈ മേഖലയാണെങ്കിൽ അപ്പാ ഞാൻ എടുത്തു മാറ്റുന്നു. ഒരു മനസ്സോടെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ദൈവസന്നിധി ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവം തരാൻ ശക്തനായ ദൈവമാ. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾക്കിന്ന് ശൂന്യമായിട്ട് തോന്നുന്ന വിഷയങ്ങളിനകത്ത് ദൈവപ്രവൃത്തി ഹല്ലേലൂയ പൂഴി മണ്ണിനകത്ത് ഉളവാക്കാൻ കഴിവുള്ള ദൈവം. അതാ ഒന്നുമില്ല, മണ്ണുമില്ല, കാറ്റുമില്ല, വെള്ളമില്ലെന്ന് പറഞ്ഞാൽ പോലും ഉളവാക്കാൻ ശക്തനായ ദൈവമാ ഇന്ന് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ചില ഹാർട്ട് ഡിസീസ് പേഷ്യൻസിന്റെ ജീവിതത്തിനകത്ത് ദൈവ വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ കരം ഒരു ഭവനത്തിലാണെങ്കിൽ പോലും ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ചില പ്രാർത്ഥിച്ച കണ്ണുനീരിന്റെ മധ്യത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. എനിക്ക് തന്ന സമയം ഇവിടെ അവസാനിച്ചു. എന്നോട് ഹല്ലേലൂയ നൽകി തന്ന സമയത്തിനായി പാസ്റ്ററിനും ഹല്ലേലൂയ ദൈവസഭയിൽ എന്റെ നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നു.